പിന്നെ മുത്തശ്ശി, എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെക്കാനുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ മുത്തശ്ശി. നന്നായി വരണം. ഈ നാട് മുഴുവൻ പ്രിയങ്ക പ്രിയങ്ക എന്ന് പറയുന്നത് ഈ മുത്തശ്ശിക്ക് കേൾക്കണം. പറയൂ മുത്തശ്ശി. ഇവിടെ ചില സിനിമകളിലൊക്കെ പോയി പരാജയപ്പെട്ടതുപോലെയല്ല. ഇത് ഹിന്ദി സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ മുത്തശ്ശിയുടെ മോള് നന്നായി വരും. പോട്ടെ. Mari, Fida, 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 എനിക്ക് പതുക്കെ. ഈ വെള്ളം ഒന്ന് കുടിക്കും. കുടിക്കും. അയ്യോ, അതിനാണ് ഇത്ര വിഷമിച്ച? അതിനാണ് സുഖമില്ലാണ്ടായത്? മോൾക്ക് വരുന്നൊരു ചെറിയ കാര്യം പോലും അമ്മയുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും. അത് അങ്ങനെയാ. അച്ഛനും അമ്മയും മനസ്സ് നിറഞ്ഞ് സമ്മതിച്ചൊരു കാര്യം ഇനി ഞാനായിട്ട് എതിര് പറയുന്നില്ല. അച്ഛൻ റിക്കവർ ആവട്ടെ. നിങ്ങളുടെ ഇഷ്ടം അച്ഛൻ നടത്തി തരുമ്പോ ഞാൻ അതിന് മുമ്പിൽ തന്നെ ഉണ്ടാവും. ഒരു കളങ്കം ഉണ്ടാവരുത് എന്റെ മോക്ക്. അതാ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ ചിന്തയിൽ പോലും സ്വാർത്ഥയായി പോകുന്നത്. സമാധാനമായി. ഉള്ളിന്റെ ഉള്ളില് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അമ്മയും മോളും തമ്മില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന്. പിന്നെ രണ്ടാളും കരച്ചില് തന്നെ ആയിരിക്കുമല്ലോ. അത് ഒഴിവാക്കി തന്നില്ലേ ഈശ്വരൻ. ഹലോ. ആ വരും. ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? ഫിദ മാഡം എന്താ അങ്ങനെ പറഞ്ഞത്? രാധികയുടെയും വരുണിന്റെയും കാര്യമാണ് ഞാൻ ചോദിച്ചത്. വരുൺ മ്യൂസിക് സ്കൂളിൽ വന്നിട്ട് രാധികയെ തിരഞ്ഞതും ബഹളം വെച്ചതൊക്കെ ഈ ഉദ്ദേശത്തോടെ ആയിരുന്നു. മാഡം, അതെ, എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് പെൺകുട്ടികൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം അവസാനിപ്പിച്ച് ആശ്രമത്തിൽ പോയാലും അവിടെയും വിടില്ല അല്ലേ നിങ്ങള്? മാഡം, അത് എനിക്ക് അയാൾ കൂടെ ഇല്ലാതെ പറ്റില്ലായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. അത് രാധികയെ. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ
എൻ്റെ ജീവിതത്തിൽ നടന്നൊക്കെ ഞാൻ പറയാം മാഡം. അന്ന് എൻ്റെ കൂടെ മാഡം മോളെ പോലെ കരുതുന്ന രാധിക ഉണ്ടാവും. പറ്റിയ തെറ്റുകൾ തിരുത്തി ഞാൻ താലി കെട്ടിയ പെണ്ണിനെ തന്നെ എനിക്ക് തരാമെന്ന് രാധികയുടെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. കള്ളം പറയരുത്. ആ മാഡം വേണമെങ്കിൽ രാധികയെ വിളിച്ച് ചോദിച്ചു നോക്ക്. ആ, അതിന് രാധിക എവിടെയുണ്ട്? അത് രാധിക എന്റെ അടുത്തുണ്ട്. ഈ സംസാരിക്കുന്നൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. മാഡം ഒരുപാട് കാര്യങ്ങൾ കേട്ടതുകൊണ്ട് എന്റെ മോള് ഇനി കരയാൻ കാരണമാകരുതെന്ന പ്രാർത്ഥനയുള്ളൂ. ഇനി അങ്ങോട്ട് അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കാൻ. മാഡം മാഡം താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ പറയണ്ടേ? അനുഗ്രഹം കിട്ടുമ്പോ അതിങ്ങനെ കോരിച്ചൊരിയാന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അല്ല, രാധികയോടൊന്ന് സംസാരിക്കാനില്ലേ? ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ. എടോ ഭാര്യ, താൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയല്ലോ.